നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാനത്തെ ഇന്നും കൗതുകത്തോടെ നോക്കിക്കാണുന്നവരുണ്ട്. അതിപ്പോ വിമാനത്തിൽ ഒരു തവണ കയറിയിട്ടുണ്ടെങ്കിൽ പോലും ആ വിസ്മയം ഇന്നും ആളുകൾക്ക് ഒരു കൗതുകം തന്നെയാണ്. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് മുതിർന്നവരെന്നോ കൊച്ചുകുട്ടികളെന്നോ ഇല്ല. അപ്പോൾ ഒരു വിമാനം പാലത്തിൽ കുടുങ്ങി എന്ന് കേട്ടാലോ? അതെ, അത്തരത്തിലൊരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുകയാണ്. എയർ ഇന്ത്യയുടെ ഉപയോഗശൂന്യമായ എയർബസ് 320 റോഡ് മാർഗം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനിടെ പാലത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. കൊല്ലം ദേശീയപാതയിൽ ചവറ പാലത്തിലാണ് വിമാനവുമായി പോയ ട്രെയിലർ ലോറി മണിക്കൂറുകൾ പാലത്തിൽ കുടുങ്ങിക്കിടന്നത്. ഇത് കാണാനായി നിരവധി പേരാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത്. ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണെന്നാണ് ഇവിടേക്ക് എത്തിയവർ പറഞ്ഞത്. നാട്ടുകാർക്കും വഴിയാത്രക്കാർക്കും ഇത് കൗതുക കാഴ്ചയായി മാറുകയായിരുന്നു. റോഡിലെ വിമാന കാഴ്ച കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് കൗതുകം പകർന്നു. ചിത്രങ്ങളും വീഡിയോയും സെൽഫിയും പകർത്താൻ യാത്രക്കാരും നാട്ടുകാരും ഇവിടെ തിരക്കുകൂട്ടി. തിരുവനന്തപുരത്ത് നിന്ന് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പഴയ വിമാനത്തിന്റെ ചിറകൊഴുകിയുള്ള ഭാഗം. കൊല്ലം ബൈപ്പാസിൽ ടോൾ പ്ലാസയ്ക്ക് സമീപം നിർത്തിയിട്ടിരുന്ന ലോറി രാവിലെ പുറപ്പെട്ട് ഉച്ചയ്ക്ക് 12:30 ചവറ പാലത്തിലെത്തുകയും മുകളിലെ ക്രോസ് ബാറിൽ തടഞ്ഞ് കുടുങ്ങുകയുമായിരുന്നു. ഇതോടെ ഗതാഗതം താറുമാറായി. തുടർന്ന് ചവറ പോലീസ് എത്തി നിർദ്ദേശം നൽകിയതനുസരിച്ച് ലോറിയുടെ ടയറുകളുടെ കാറ്റഴിച്ചുവിട്ട് പാലം കടത്തിവിടുകയായിരുന്നു. പൊരിവെയിലിൽ ഉച്ചഭക്ഷണം പോലും ഉപേക്ഷിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നന്നേ പാടുപെട്ട പോലീസുകാരെ നാട്ടുകാർ പ്രശംസിക്കുകയുമുണ്ടായി. കാറ്റില്ലാത്ത ടയറിൽ യാത്ര തുടർന്നാൽ അപകടമുണ്ടാകുമെന്നതിനാൽ പോലീസ് നിർദ്ദേശപ്രകാരം ടയറുകൾ മാറ്റി ചവറ ബസ് സ്റ്റാൻഡിന് സമീപം നിർത്തിയിട്ടു. തുടർന്ന് ലോറി പാലത്തിൽ നിന്ന് മാറ്റിയെങ്കിലും ടയർ മാറ്റി ഒതുക്കി നിർത്തുന്നത് വരെയുള്ള സമയം ദേശീയപാത ഗതാഗത കുരുക്കിലമർന്നു. ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഏറെ നേരം ഇടറോഡുകളിലൂടെ കടത്തിവിട്ടു. ചവറ പാലത്തിൽ കുടുങ്ങി പിന്നീട് ചവറ ജംഗ്ഷനിലേക്ക് മാറ്റിയ വിമാനവുമായി ലോറി രാത്രി 9 പുറപ്പെട്ടത്. എയർ ഇന്ത്യയുടെ ഉപയോഗശൂന്യമായ എയർബസ് 320 ഹൈദരാബാദിൽ എത്തിച്ച് ഹോട്ടലാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ആന്ധ്ര സ്വദേശിയായ സ്വകാര്യ വ്യക്തി ലേലത്തിൽ എടുത്തതാണ് ഉപയോഗശൂന്യമായ ഈ വിമാനം. 2 ദിവസം മുൻപാണ് വലിയ കണ്ടെയ്നർ ലോറിയിൽ വിമാനം കയറ്റി യാത്ര ആരംഭിച്ചത്. വിമാനത്തിന്റെ വശങ്ങളിലെയും മുകളിലെയും ചിറകുകളും സമാനമായ മറ്റൊരു വാഹനത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. തിരുവനന്തപുരത്തിന് സമീപം ഈ വാഹനത്തിൽ ബസ്സിടിച്ച് അപകടമുണ്ടായിരുന്നു. 30 കിലോമീറ്റർ വേഗതയിലാണ് ഈ വാഹനം സഞ്ചരിക്കുന്നത്. തുടർന്ന് അനുയോജ്യമായ സ്ഥലത്ത് പാർക്കും ചെയ്യും. ഹൈദരാബാദിൽ എത്തിക്കാൻ 20 ദിവസം ഇനിയും വേണ്ടിവരുമെന്നാണ് ജീവനക്കാർ പറയുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.